ഈ മൗണ്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൈ കാലം മുറിയുകയോ അല്ലെങ്കിൽ മുറിച്ച് കളയേണ്ട അവസ്ഥ വരികയോ അല്ലെങ്കിൽ ഒരു മരണത്തോട് മല്ലടിക്കേണ്ട അവസ്ഥ വന്നാൽ മാത്രമേ വെതർ ഓക്കെ ആണെങ്കിൽ പോലും ഹെലികോപ്റ്റർ ഒന്ന് റെസ്ക്യൂ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിരങ്ങിയായാലും നമ്മൾ ഇഴഞ്ഞായാലും ഈ വിമാനം കൊണ്ട് വിട്ട സ്ഥലത്ത് എത്തിക്കണം. അതാണ് ഈ ദേനാലി പർവ്വതത്തിൻ്റെ ഒരു ബഹുമാനം എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കൻ പർവ്വതമാണ്, അമേരിക്കക്കാർക്ക് ഒന്നിനും ഒരു കൂസലില്ല. ഒരു വൈൽഡർനെസ്സിൻ്റെ അങ്ങേ അറ്റത്തുള്ള പർവ്വതമാണ് ദേനാലി. അപ്പോൾ പുള്ളിക്കാരിയെ പിന്നെ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സാറ്റലൈറ്റ് ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ സാറിന് യൂസ് ചെയ്യാത്ത SOS വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഞാനതെടുത്തിട്ട് 10-15 പേരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, ആൾക്കാർക്കൊന്നും ആരും എടുക്കുന്നില്ല ഫോൺ. കാരണം ഈ സാറ്റലൈറ്റ് ഫോണിൻ്റെ നമ്പറേ ഒരു +88 എന്ന് പറഞ്ഞ് വേറെ രാജ്യത്തെ നമ്പറായിട്ട് കാണിക്കുന്നു. പോലെ എൻ്റെ ഭാര്യ പോലും എടുത്തില്ല, അവൾ 2 പ്രാവശ്യം കട്ട് ചെയ്ത് കളഞ്ഞു. അവസാനം നമ്മുടെ ഫ്രണ്ട് ഹാഷ്മി, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഹാഷ്മി ഞാൻ വിളിച്ചപ്പോഴും ഹാഷ്മി എന്താടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നല്ല ക്ലിയർ ആവുന്നില്ല, നീ മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഹാഷ്മിക്ക് ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത്, പണ്ടത്തെ നമ്മുടെ നോക്കിയ ഫോണിൽ അടിക്കുന്നത് പോലെ കിടകിടാന്ന് അടിക്കണം. അതും ഗ്ലൗസൊക്കെ ഊരി വേണം അടിക്കാൻ, ഭയങ്കര പാടാണ്, ഭയങ്കര തണുപ്പല്ലേ, കൈയൊക്കെ തണുത്ത്. ഇപ്പോഴും എൻ്റെ ഈ കൈയുടെ വിരലിൻ്റെ അറ്റം എന്താ പറയുക ടിംഗ്ലിങ് എഫക്റ്റ് ഉണ്ട്, ഒരു തൊടുമ്പോൾ ഒരു തരിപ്പുണ്ട്. കാരണം അവിടെ ഭയങ്കര തണുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം വിരലൂരി അടിക്കുക എന്ന് പറയുമ്പോൾ ഒരു 3-2 മണിക്കൂറൊക്കെ എടുക്കും ഇത് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ, ഒരു 500 ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം അങ്ങനെ ടൈപ്പ് ചെയ്തു. ഇതുപോലെ ഞാൻ പറഞ്ഞു 17 ഞങ്ങൾ ഇത്ര ഉയരത്തിലാണ്. ഞാൻ പുള്ളിക്കാരുടെ കാര്യം പറഞ്ഞില്ല, ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ദൈവം വിചാരിച്ചാൽ പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെ വിമാനം വരത്തില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. ഉറങ്ങിയെന്ന് വെച്ചാൽ രാത്രി ഇല്ല, അവിടെ പകൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോകുന്ന സമയത്ത്. രാത്രി എന്നുള്ള സമയത്ത് ഞങ്ങൾ ടെൻറ്റിനകത്ത് കയറി കിടന്നു. മൊത്തം പ്രകാശമാണ്, ഭയങ്കര സൂര്യപ്രകാശമാണ്, ഉറങ്ങാനേ പറ്റത്തില്ല. അപ്പോൾ കിടന്നു. അപ്പോൾ രാവിലെ ഏകദേശം 9-10 മണിക്കാകുമ്പോൾ ഞങ്ങൾ ടെൻറ്റിൻ്റെ പുറത്തൊരാൾ വന്ന്, റേഞ്ചർമാർ അവിടെ താമസിക്കുന്നുണ്ട്, അമേരിക്ക റേഞ്ച്. അവരും ചോദിച്ചു, ഇന്ത്യൻ കോൺസുലേറ്റ് നിങ്ങൾ വിളിച്ചായിരുന്നു, SOS അമർത്തിയായിരുന്നു. നമ്മൾ SOS അമർത്തിയില്ല, മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അവിടുന്ന് വിളി വന്നു, ഇവിടുന്ന് വിളി വന്നു, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇന്നപോലെ ഒരു പ്രശ്നമുണ്ട്, പുള്ളിക്കാർക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കുറച്ച് ഡീഹൈഡ്രേഷൻ്റെ കുറച്ച് സാഷയും അതൊക്കെ തന്നു.